വിദ്യാർത്ഥികൾ വിദേശ പഠനത്തിന് വേണ്ടി പോകുന്നതിൻ്റെ രണ്ടാമത്തെ ഒരു പ്രധാന കാരണം വിദ്യാർത്ഥികൾ എപ്പോഴും തിരയുന്നത് ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയെയാണ്. തങ്ങൾ ഇന്ന് ജീവിക്കുന്ന ജീവിത സാഹചര്യത്തിൽ നിന്ന് കുറെ കൂടി ഉയരത്തിലേക്ക് വികസിതമായ, കുറെ കൂടി ഉയരത്തിലേക്ക് പക്വമായിട്ടുള്ള ഒരു രാജ്യത്ത് പോയി ജീവിക്കാൻ വിദ്യാർത്ഥികൾ പലപ്പോഴും ആഗ്രഹിക്കുന്നു. നാനാവിധത്തിൽ ടെക്നോളജി കൊണ്ടും ജീവിത സൗകര്യങ്ങൾ കൊണ്ടും ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടും സാമൂഹ്യ സുരക്ഷ കൊണ്ടും ഫ്രീഡം കൊണ്ടും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിലെ ഉന്നമനം കൊണ്ടും എല്ലാ തരം സാഹചര്യങ്ങൾ കൊണ്ടും ഉയർന്ന മൂല്യമുള്ള, ഉയർന്ന നിലവാരമുള്ള ഒരു രാജ്യത്ത് ചേക്കേറുവാനാണ് വിദ്യാർത്ഥികൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഇന്ത്യ ബഹിരാകാശ മേഖലയിൽ വളരെ മുന്നേറിയൊരു രാജ്യമാണ്. എന്നാൽ അമേരിക്ക 1969 ചന്ദ്രനിൽ ആളെ കൊണ്ടുചെന്ന് ഇറക്കി അവരെ തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ടെക്നോളജിയിൽ നിന്നും എത്രയോ വർഷം, 50 വർഷത്തിലധികം മുൻപിലായി ടെക്നോളജി ഉള്ള ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇന്ന് നമ്മുടെ നിരത്തിൽ കൂടി ഓടുന്ന എല്ലാ ഉയർന്ന നിലവാരമുള്ള സാങ്കേതിക വിദ്യയുള്ള കാറുകളെല്ലാം തന്നെ ജർമ്മൻ മേക്കാണ്. നമുക്കറിയാം, മെഴ്സിഡസ് ബെൻസ്, ഓഡി, BMW, പോർഷെ മുതലായ കാറുകളെല്ലാം തന്നെ ജർമ്മൻ ടെക്നോളജിയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാവുന്ന വിമാനങ്ങൾ എയർബസും ബോയിങ്ങും എല്ലാം വികസിത വിദേശ രാജ്യങ്ങളുടെ സംഭാവനയാണ്. ബുള്ളറ്റ് ട്രെയിനുകൾ എല്ലാം വികസിത രാജ്യത്താണുള്ളത്. നമ്മുടെ രാജ്യത്ത് ഇന്ന് 110 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന അല്ലെങ്കിൽ 100 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന വന്ദേ ഭാരത് ട്രെയിനാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും സ്പീഡുള്ള ട്രെയിൻ. അതേസമയത്ത് വികസിത വിദേശ രാജ്യത്ത് ചെന്നാൽ 350 കിലോമീറ്ററും 400 കിലോമീറ്ററും വേഗത്തിൽ ഓടുന്ന ബുള്ളറ്റ് ട്രെയിനുകളിൽ വിദ്യാർത്ഥികൾക്ക് പിറ്റേ ദിവസം മുതൽ യാത്ര ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ വികസിത രാജ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ രാജ്യങ്ങളിൽ നിന്ന് ഏകദേശം 50 വർഷത്തോളം മുന്നിൽ സഞ്ചരിക്കുന്ന രാജ്യങ്ങളാണ്. ഒരു പുതിയ തലമുറയിലെ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ 50 വർഷത്തെ മുന്നോട്ടുള്ള അഭിവൃദ്ധി ഒരു ദിവസം കൊണ്ട് കൊണ്ടുവരാൻ ഈ രാജ്യത്തേക്ക് പോയാൽ സാധിക്കുമെന്ന തിരിച്ചറിവാണ് പലപ്പോഴും വിദ്യാർത്ഥികളെ നമ്മുടെ നാട്ടിൽ നിന്നും ആ നാട്ടിലേക്ക് പഠിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. ഏറ്റവും ഉന്നതമായ ടെക്നോളജിയുള്ള, ഇൻഫ്രാസ്ട്രക്ചറുള്ള, അതുപോലെ തന്നെ സ്വാതന്ത്ര്യമുള്ള, ജനാധിപത്യ ബോധമുള്ള, സംസ്കാര ചിത്തരായിട്ടുള്ള, സയന്റിഫിക് ടെമ്പറായിട്ടുള്ള ജനങ്ങൾ അധിവസിക്കുന്ന ആ സംസ്കാരത്തിൽ പോകുന്ന ഒരു രാജ്യത്തേക്ക് പോകുവാനും അവിടെ പഠിക്കുവാനും അവിടെ നിലനിൽക്കുവാനും വിദ്യാർത്ഥികൾ പലപ്പോഴും ആഗ്രഹിക്കുന്നു. ഈ വികസിത രാജ്യങ്ങളിലെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. എല്ലാ മേഖലയിലും ഈ രാജ്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ്. നമുക്കിന്ന് ഏറ്റവും അധികം സുപരിചിതമായിട്ടുള്ള നമ്മുടെ മൊബൈൽ ഫോണുകൾ എല്ലാം തന്നെ ഉയർന്ന ടെക്നോളജിയുള്ള മൊബൈൽ ഫോണുകൾ എല്ലാം സൃഷ്ടിക്കുന്നത് ഈ വികസിത രാജ്യങ്ങളിലാണ്. നാം ഉപയോഗിക്കുന്ന ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ, കമ്പ്യൂട്ടറുകൾ, ഇവയുടെ എല്ലാം ടെക്നോളജി വികസിത രാജ്യങ്ങളുടേതാണ്. അതുപോലെ തന്നെ നാം എല്ലാവരും ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ, ഗൂഗിൾ ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഇതെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളതും നടപ്പിലാക്കുന്നതും എല്ലാം വികസിത രാജ്യങ്ങളിലുള്ള ഓരോ കമ്പനികളാണ്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ സോഫ്റ്റ്വെയറുകൾ വേൾഡിലെല്ലാം വളരെ സുപരിചിതമായി നമ്മൾ ഉപയോഗിക്കുന്ന വിൻഡോസും മറ്റ് സോഫ്റ്റ്വെയറുകളെല്ലാം നിർമ്മിക്കുന്ന വികസിത രാജ്യങ്ങളാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ നാനാ തുറകളിലും ഉള്ള അഡ്വാൻസ്മെൻറ്റുകൾ സംഭവിക്കുന്നതും നിലനിർത്തുന്നതും കൊണ്ടുവരുന്നതുമെല്ലാം ഈ വികസിത രാജ്യങ്ങളാണ്. ഒരുപക്ഷെ നമ്മുടെ രാജ്യം കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇതുപോലെ ആയിത്തീർന്നേക്കാം. അപ്രകാരം ആയിത്തീരുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളും മറ്റ് രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളും നമ്മുടെ രാജ്യത്തേക്ക് വരിക തന്നെ ചെയ്യും. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ അവർക്ക് ഓപ്ഷനുണ്ട്. അവർക്ക് ഇത്തരത്തിൽ വികസിതമായ ഒരു രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുമ്പോൾ അവർക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വളരെ പെട്ടെന്ന് ബുദ്ധിപൂർവമായ ഒരു തീരുമാനം എടുക്കുകയാണ്. ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് പോയി ജീവിക്കുമ്പോൾ ആ രാജ്യത്തെ എല്ലാ ഡെവലപ്മെൻറ്റുകളും തങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് വിദ്യാർത്ഥികൾ പലപ്പോഴും ഇത്തരം രാജ്യങ്ങളിലേക്ക് പോകാൻ തയ്യാറാവുന്നത്. EduFlair, education driven by passion.